ടാറ്റ പവലിയനിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടാറ്റ സിയാറ ആയിരുന്നു. ടാറ്റ സിയാറ 1991 മുതൽ 2003 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ടാറ്റയുടെ ഒരു ലൈഫ് സ്റ്റൈൽ SUV ആണ്. ഇപ്പോൾ അതിൻ്റെ 3rd ജനറേഷൻ ആയിട്ടാണ് 2025 പുറത്തിറങ്ങാൻ പോകുന്ന ഈ സിയാറ ടാറ്റ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് ക്രെറ്റയുടെയും സെൽറ്റോസിൻ്റെയൊക്കെ സെഗ്മെൻറ്റിലായിരിക്കും വരുന്നത്. 10 ലക്ഷം മുതൽ 20 ലക്ഷത്തിനിടയ്ക്കാണ് ഇതിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്. ഇത് പെട്രോളിലും ഡീസലിലും ഇലക്ട്രിക്കിലും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല പഴയ സിയാറയും അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ സിയാറ ഒരു 3 ഡോർ SUV ആയിരുന്നു. പുതിയ സിയാറ പക്ഷേ 5 ഡോർ വെർഷനിലാണ് വരുന്നത്. ഡോർ ഹാൻഡിലൊന്നും കാണാത്ത രീതിയിൽ വെച്ചിട്ട് ഒരു 3 ഡോറിൻ്റെ ലുക്ക് ഇത് തരുന്നുണ്ട് പഴയ സിയാറയെ പോലെ തന്നെ. യെല്ലോ കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. 168 bhp പവറുള്ള 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും പിന്നെ ഹാരിയറിൻ്റെ 2 ലിറ്റർ ഡീസൽ എഞ്ചിനും പിന്നെ ഇലക്ട്രിക് വെർഷനിലുമാണ് ഇത് അവൈലബിൾ ആയിരിക്കാൻ പോകുന്നത്. ഇതുകൂടാതെ ടാറ്റ പുതിയതായിട്ട് അവതരിപ്പിച്ച ഒരു വണ്ടിയാണ് ഹാരിയർ EV. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും. ടാറ്റയുടെ 2nd ജെൻ EV ആർക്കിടെക്ചറിലാണ് ഹാരിയർ EV വരാൻ പോകുന്നത്. ഇതിനകത്ത് ADAS ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ ടാറ്റയുടെ ഒരു പുതിയ പ്രധാനപ്പെട്ട ഒരു ലോഞ്ച് എന്ന് പറഞ്ഞാൽ അത് ടാറ്റ അവിന്യ എന്ന് പറയുന്നൊരു കാറാണ്. അതൊരു SUVയുടെ ഒരു പ്രാക്ടിക്കാലിറ്റിയും ഒരു MUVയുടെ ഒരു റൂമിനെസ്സും പിന്നെ ഒരു ഹാച്ച് ബാക്കിൻ്റെ ഉപയോഗക്ഷമതയും എല്ലാം ഒത്തിണങ്ങിയ ഒരു കാറാണെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത്. ഇത് ടാറ്റയുടെ ജെൻ 3 EV ആർക്കിടെക്ചറിലായിരിക്കും ഈ വണ്ടി വരുന്നത്. ഇതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊരു EV ആണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരമണിക്കൂർ ചാർജിങ്ങിൽ 500 കിലോമീറ്റർ ദൂരം ഓടാനുള്ള അത്രയും ചാർജ് ഇതിനകത്ത് കയറും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻസിൻ്റെ യൂസ് കുറച്ചിട്ടുണ്ടെന്നാണ് ടാറ്റ പറയുന്നത്. സംസ്കൃതത്തിൽ അവിന്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇന്നോവേഷൻ, ബ്യൂട്ടി എന്നൊക്കെയാണ്. ഈ വണ്ടി 2025 ലോഞ്ച് ചെയ്യുമെന്നാണ് ടാറ്റ അറിയിച്ചിട്ടുള്ളത്. പുതിയ ലോഞ്ചസ് ഇത്രയും തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതുകൂടാതെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികളുടെ സ്പെഷ്യൽ എഡിഷൻ വേരിയൻറ്റ്സും ടാറ്റ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സോൺ EVയുടെ റെഡ് ബ്ലാക്ക് എഡിഷൻ, പിന്നെ അതുകൂടാതെ ഹാരിയറിൻ്റെയും സഫാരിയുടെയും ബന്ദിപ്പൂർ എഡിഷൻ, മുമ്പ് ടാറ്റ കസിരംഗ എഡിഷൻ എന്ന് പറഞ്ഞ് മറ്റേ റൈനോടെ ലോഗോയൊക്കെ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പം ആനയുടെ ലോഗോയൊക്കെ വെച്ച് ബന്ദിപ്പൂർ എഡിഷൻ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രത്യേക കളറിൽ. പിന്നെ സ്റ്റെൽത്ത് എഡിഷൻ എന്ന് പറഞ്ഞ് സ്റ്റീൽ ഗ്രേ കളറിൽ ഹാരിയറും സഫാരിയും വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ടിയാഗോ EV, പഞ്ച് CNG വെർഷൻ, പഞ്ചിൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ വെർഷൻ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടാറ്റ പവലിയനിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസാണ്. ടാറ്റ പ്രൈമ ട്രക്ക്, യോധ, ടാറ്റ ഏസിൻ്റെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന പുതിയതായിട്ട് അവതരിപ്പിച്ച 694cc ഫ്ലെക്സ് ഫ്യൂൽ എഞ്ചിൻ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ടാറ്റ പവലിയനിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.